പഴയ വാഹനം ആക്രിക്കടയിൽ വിൽക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണൂ. ഹായ്, ഐ ആം ജയചന്ദ്രൻ MC. വെൽക്കം ടു മൈ ഇൻഫർമേറ്റീവ് വീഡിയോ. ലെറ്റ്സ് എക്സ്പ്ലോർ ടുഡേയ്സ് ടോപ്പിക് ടുഗദർ. പഴയ വാഹനങ്ങൾ സാധാരണ ആക്രിക്കടകളിൽ വിൽക്കുമ്പോൾ അവയുടെ ചേസിസ് നമ്പരോ രജിസ്ട്രേഷൻ രേഖകളോ കൃത്യമായി നശിപ്പിക്കപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട്. ഇവ പിന്നീട് സാമൂഹിക വിരുദ്ധർ വ്യാജരേഖ ചമയ്ക്കാനോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ ഉപയോഗിച്ചാൽ യഥാർത്ഥ വാഹന ഉടമസ്ഥൻ നിയമക്കുരുക്കിലാവും. ഇതിന് സുരക്ഷിതവും നിയമപരവുമായ പരിഹാരമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വോളണ്ടറി വെഹിക്കിൾ സ്ക്രാപ്പേജ് പോളിസി, അതായത് വോളണ്ടറി വെഹിക്കിൾ ഫ്ലീറ്റ് മോഡേണൈസേഷൻ പ്രോഗ്രാം, അല്ലെങ്കിൽ RVSF എന്നും ചുരുക്കി പറയാം. ഈ കേന്ദ്രങ്ങളിൽ വാഹനങ്ങൾ നൽകുമ്പോൾ വാഹനം പൂർണ്ണമായി നശിപ്പിക്കുകയും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ പോർട്ടൽ വഴി രജിസ്ട്രേഷൻ ഔദ്യോഗികമായി റദ്ദാക്കുകയും ചെയ്യും. ഇനി നമുക്ക് കേരളത്തിലെ പ്രധാന RVSF കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. കേരളത്തിൽ സർക്കാർ മുൻകൈയെടുത്തും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയും അംഗീകൃത സ്ക്രാപ്പിംഗ് കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ചേർത്തലയിലും കണ്ണൂർ അഴീക്കലിലും ഉള്ള പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് അഥവാ സിൽക്ക് വഴിയും എടപ്പാളിൽ KSRTCയുടെ സ്വിഫ്റ്റ് കമാൻഡ് സെന്ററിനോടനുബന്ധിച്ചും കൂടാതെ ചില സ്വകാര്യ RVSF കേന്ദ്രങ്ങൾക്കും സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. അംഗീകൃത കേന്ദ്രത്തിൽ വാഹനം സ്ക്രാപ്പ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. വാഹനം ഏറ്റെടുത്ത ശേഷം നൽകുന്ന ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്, അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്, ചുരുക്കത്തിൽ COD. പുതിയ വാഹനം വാങ്ങുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ രജിസ്ട്രേഷൻ ഫീസ് പൂർണ്ണമായും ഒഴിവാക്കി കൊടുക്കും. നോൺ ട്രാൻസ്പോർട്ട് അഥവാ സ്വകാര്യ വാഹനങ്ങൾക്ക് 25% വരെയും ട്രാൻസ്പോർട്ട് അഥവാ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് 15% വരെയും റോഡ് ടാക്സ് ഇളവ് ലഭിക്കും. അതുകൂടാതെ പുതിയ വാഹനം വാങ്ങുമ്പോൾ പ്രമുഖ വാഹന നിർമ്മാതാക്കൾ ഏകദേശം 5% വരെ ഡിസ്കൗണ്ട് സ്ക്രാപ്പേജ് ഇൻസെന്റീവായി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഞാൻ വാഹനം സ്ക്രാപ്പിൽ കൊടുത്തു, പകരം പുതിയ വാഹനം മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് മറ്റൊരാൾക്ക് നിയമപരമായി വിൽക്കാനോ കൈമാറാനോ സാധിക്കും. പുതിയ വാഹനം വാങ്ങുന്ന ആർക്കെങ്കിലും ഇത് വാങ്ങി ടാക്സ് ഇളവുകൾ നേടാം. ഈ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി അത് ലഭിക്കുന്ന തീയതി മുതൽ 3 വർഷം വരെയാണ്. ഒരു തവണ മറ്റൊരാൾക്ക് കൈമാറി കഴിഞ്ഞാൽ ആ വ്യക്തി അത് 1 വർഷത്തിനുള്ളിൽ പുതിയ വാഹനം വാങ്ങാനായി ഉപയോഗിക്കണം. അപ്പോൾ പുതിയൊരു വിഷയവുമായി ഇനിയും കാണാം. താങ്ക് യു.